ഒന്ന് ആലോചിച്ചു നോക്കൂ. 1944 ലോകം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അഖണ്ഡജ്യോതി എന്നൊരു മാസിക കാലത്തെ അതിജീവിക്കുന്ന അറിവുകൾ പങ്കുവയ്ക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ ശക്തിയുടെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊരുമിച്ചൊന്ന് നോക്കാം. അപ്പോ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ അറിവിന്റെ ഉറവിടം എവിടെയാണെന്ന് നമ്മൾ ബഹുമാനിക്കണം. ഇതൊരു സാധാരണ മാസികയല്ല, മറിച്ച് തലമുറകൾക്ക് വഴികാട്ടിയായ ഒരു മഹാഗുരുവിന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ മാസികയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വാചകം നോക്കൂ. നിന്റെ ആത്മശക്തി മഹത്തരമാണ്. ലോകത്തിലെ ശുഭകരമായ കാര്യങ്ങളിൽ ആത്മതേജസ് തന്നെയാണ് പ്രധാനം. ഇതിന്റെ അർത്ഥം എന്താണെന്നോ? ഈ ലോകത്തൊരു നല്ല മാറ്റം കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ്. പക്ഷെ അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? നമ്മുടെ യാത്രയ്ക്ക് വ്യക്തമായൊരു വഴിയുണ്ട്, ഒരു മാപ്പ് പോലെ. ആദ്യം നമ്മുടെ ഉള്ളിലെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ മെസ്മെറിസം എന്ന് കേട്ടിട്ടില്ലേ? അതൊരു പുരാതന ഭാരതീയ ശാസ്ത്രമാണോ എന്ന് നോക്കും. അവിടെ നിന്ന് സൂക്ഷ്മ ഊർജ്ജത്തിന്റെ ലോകത്തേക്ക് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പഠിക്കും. അവസാനം ഈ അറിവിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോ ഭാഗം 1, നമ്മുടെ ആന്തരിക ശക്തി, ഉള്ളിലെ രഹസ്യം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ യഥാർത്ഥ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? ഈ മാസിക പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ വലിയൊരു ശക്തി, അതായത് ആത്മശക്തി, നമ്മൾ ഓരോരുത്തരിലും വെറുതെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോഴാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നത്. മെസ്മറിസം എന്നൊരു വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതൊരു പാശ്ചാത്യ സയൻസാണെന്നാവും വിചാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ മാസിക ഒരു ഞെട്ടിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് നമ്മുടെ പുരാതന ഭാരതീയ യോഗവിദ്യയുടെ വേറൊരു രൂപം മാത്രമാണോ? ഭാഗം 2, മെസ്മറിസം, ഒരു പുരാതന ഭാരതീയ ശാസ്ത്രം. അതെ, നിങ്ങൾ കേട്ടത് അക്ഷരം പ്രതി ശരിയാണ്. ഇതൊരു പുതിയ കണ്ടുപിടുത്തം ഒന്നുമല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് അറിയാമായിരുന്ന ഒരു വിദ്യയ്ക്ക് കിട്ടിയ ഒരു പുതിയ പേര് മാത്രമാണിത്. അപ്പോ എന്താണ് ഈ ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ഡോക്ടർ മെസ്മർ എന്നൊരാളുടെ ഒരു തിയറിയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജീവജാലങ്ങളിലും പ്രാണൻ എന്ന് വിളിക്കാവുന്ന ഒരു അദൃശ്യമായ ഊർജം ഉണ്ടെന്നാണ്. ഈ ഊർജം രോഗശാന്തിക്ക് വരെ ഉപയോഗിക്കാമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇവിടെയാണ് കേട്ടോ ശരിക്കുള്ള വ്യത്യാസം വരുന്നത്. പാശ്ചാത്യ ലോകം ഇതിനെ അസുഖം മാറ്റാനുള്ളൊരു ടെക്നിക് മാത്രമായി കണ്ടപ്പോൾ, നമ്മുടെ ഭാരതീയ പാരമ്പര്യം ഇതിനെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ളൊരു വലിയ വഴിയായിട്ടാണ് കണ്ടത്. അതായത് മെസ്മറിസം അതിന്റെ ഉപരിതലത്തിൽ തൊട്ടപ്പോൾ നമ്മുടെ പ്രാണവിദ്യ അതിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോ. ഭാഗം 3, സൂക്ഷ്മ ഊർജം, അതിന്റെ ശാസ്ത്രം. ഓക്കെ, അപ്പോ ഈ പറയുന്ന ആന്തരിക ശക്തിയൊക്കെ വെറും വിശ്വാസത്തിന്റെ പുറത്തുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത്. ഇതിനു പിന്നിൽ കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ശക്തിയെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് 3 പ്രധാനപ്പെട്ട തൂണുകളുണ്ട്. 1, ഇച്ഛാശക്തി, അതായത് ഒരു കാര്യം നേടണമെന്നുള്ള നമ്മുടെ അടങ്ങാത്ത ആഗ്രഹം. 2, സങ്കൽപ്പം, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവ്. 3, പ്രാണൻ, നമ്മളെയെല്ലാം ജീവനോടെ നിർത്തുന്ന ആ പ്രപഞ്ചശക്തി. ഇവ 3ഉം ഒരുമിച്ച് വരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഈ 3 ഏറ്റവും പ്രധാനം ഏതാണെന്നറിയാമോ? നമ്മുടെ ഇച്ഛാശക്തി തന്നെ. അതൊരു ലേസർ പോലെയാണ്. ചിതറിക്കിടക്കുന്ന നമ്മുടെ ചിന്തകളെയും ഊർജ്ജത്തെയും ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിനെ എന്തിനേയും ഭേദിക്കാൻ പറ്റും. ഏകാഗ്രതയും വിശ്വാസവുമാണ് അതിന്റെ ഇന്ധനം. അപ്പോൾ ഈ പ്രാണൻ എവിടെയാ കാണാൻ പറ്റുക? അത് നമ്മുടെയെല്ലാം ചുറ്റുമുണ്ട്. അതിനെയാണ് നമ്മൾ ഓറ അല്ലെങ്കിൽ തേജോവലയം എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിലെ ഊർജ്ജം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടി പോലെയാണ്. ശരിയായ പരിശീലനത്തിലൂടെ ഈ ഊർജ്ജവലയത്തെ കാണാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും കഴിയുമെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. ഭാഗം 4, സാധകന്റെ മാർഗം, അതായത് തിയറിയിൽ നിന്ന് പ്രാക്ടീസിലേക്ക്. നമ്മൾ കുറേ തിയറിയൊക്കെ പഠിച്ചു. പക്ഷേ അറിവ് മാത്രം പോരല്ലോ, അല്ലേ? അത് ജീവിതത്തിലെ പ്രാവർത്തികമാക്കണ്ടേ? അപ്പോൾ ഈ ശക്തിയെ എങ്ങനെ ഉണർത്തിയെടുക്കാം എന്നതിലേക്കാണ് നമ്മളിനി പോകുന്നത്. റെഡിയല്ലേ? അതിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രാണായാമം. ഇത് വെറുതെ ശ്വാസം വിടുന്നൊരു എക്സസൈസ് ആണെന്ന് കരുതരുത് കേട്ടോ. ഇത് പ്രപഞ്ചത്തിലുള്ള ജീവശക്തിയെ, അതായത് പ്രാണനെ, നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നൊരു പ്രക്രിയയാണ്. ശാന്തമായ ഒരിടത്തിരുന്ന് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും ഊർജ്ജം നമ്മളിൽ നിറയുന്നതായി സങ്കല്പിക്കുക. അടുത്തത് ത്രാടകം. നമ്മുടെ മനസ്സ് എപ്പോഴും ഓരോന്നാലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമല്ലേ? ആ മനസ്സിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു സൂത്രപ്പണിയാണിത്. ഒരു പോയിന്റിൽ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഇച്ഛാശക്തി മൂർച്ചയുള്ള ഒരു വാളുപോലെയാകും. ഈ വഴിയിൽ മുന്നോട്ടു പോകാൻ ഈ ഏകാഗ്രത കൂടിയേ തീരൂ. ഇതൊക്കെ വെറും കഥകളാണോന്ന് തോന്നുന്നുണ്ടോ? അല്ല. നിങ്ങളുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് സ്വയം ടെസ്റ്റ് ചെയ്തു നോക്കാൻ ഈ മാസിക ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട്.
ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ രുചി മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം കൊണ്ട് ഒരു ചെറിയ വസ്തുവിനെ ചലിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ആ സൂക്ഷ്മമായ ഊർജം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് തന്നെ കാണിച്ചു തരും. ഭാഗം 5 യഥാർത്ഥ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ ഏറ്റവും മുഖ്യമായൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. എന്തിനാണ് നമുക്ക് ഈ ശക്തി? ഈ അറിവുകൊണ്ടൊക്കെ എന്താണ് പ്രയോജനം? ഇതിന്റെ എല്ലാം യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഉത്തരം വളരെ സിമ്പിളാണ്, പക്ഷേ ഒരുപാട് ആഴമുള്ളതാണ്. ഈ ശക്തിയൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാനോ അവരെ കൺട്രോൾ ചെയ്യാനോ ഉള്ളതല്ല. ഇത് സേവനത്തിനുള്ളൊരു ഉപകരണമാണ്. ആദ്യം സ്വയം മെച്ചപ്പെടുത്താനും പിന്നെ മറ്റുള്ളവരുടെ വേദന അകറ്റാനും അതിലൂടെ ആത്മീയമായി വളരാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണിത്. ഭാഗം 6 പ്രധാന ആശയങ്ങൾ. അപ്പോൾ 1944-ലെ ആ പഴയ താളുകളിലൂടെ നമ്മൾ നടത്തിയ യാത്ര അവസാനിക്കാറായി. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കിയാലോ? ഒന്നാമതായി ഓർക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ഒരു ശക്തിയുണ്ട്. രണ്ടാമതായി, മെസ്മറിസം എന്നത് നമ്മുടെ പുരാതന പ്രാണവിദ്യയുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. മൂന്നാമതായി, ഈ ശക്തിയുടെ താക്കോൽ നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ പ്രാണൻ എന്ന ജീവശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു. ഇനി ഇതൊക്കെ ജീവിതത്തിൽ പകർത്താനായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. പ്രാണായാമവും ത്രാണകവുമാണ് ഇതിന്റെ അടിസ്ഥാനം. ചെറിയ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ വളർച്ച നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ കിട്ടുന്ന ശക്തിയുടെ ഏറ്റവും വലിയ ഉപയോഗം മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ്. ഓർക്കുക, നമ്മുടെ അവസാന ലക്ഷ്യം ആത്മീയമായ വളർച്ചയാണ്. അപ്പോ ഈ യാത്രയുടെ അവസാനം ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അനന്തമായ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ വെക്കാൻ പോകുന്ന ആദ്യത്തെ ചുവട് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നന്ദി.